5 ഭാഷകളിലായി 800-ലധികം സിനിമകളിൽ അഭിനയിച്ച നടി. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ആദ്യ സിനിമയിലെ ആദ്യ നായിക. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിലൊരാളായ കമൽഹാസനെ അദ്ദേഹം സൂപ്പർ താരമാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ആത്മാർത്ഥമായി സ്നേഹിച്ച സ്ത്രീ. കണ്ണെടുക്കാൻ തോന്നാത്ത സൗന്ദര്യവും മുഖശ്രീയും ഉള്ള സ്ത്രീ. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചെങ്കിലും സമ്പത്തിനേക്കാൾ ദാരിദ്ര്യത്തിന്റെ കയ്പ് ആദ്യം അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി. 40 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതവും ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരിക്കലും മായാത്ത സ്ഥാനവും സ്വന്തമാക്കിയിട്ടും അവരുടെ വ്യക്തിജീവിതം തുടർച്ചയായ വേദനകളുടെയും നഷ്ടങ്ങളുടെയും കഥയായിരുന്നു. ഒടുവിൽ ക്യാൻസറുമായി പോരാടി ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോൾ ഒരു കാലത്ത് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യൻ നിശബ്ദനായി അവരെ കാണാനെത്തി. ഇതാണ് ശ്രീവിദ്യയുടെ ജീവിതകഥ. 1953 ജൂലൈ 24 ഇന്നത്തെ ചെന്നൈയായ അന്നത്തെ മദ്രാസിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. കലയും സംഗീതവും ശ്വാസം പോലെ നിറഞ്ഞ ഒരു കുടുംബം. അച്ഛൻ കൃഷ്ണമൂർത്തി, തമിഴ് സിനിമയിലെ പ്രശസ്ത ഹാസ്യതാരം. അമ്മ ML വസന്തകുമാരി, കർണാടക സംഗീത ലോകത്തെ ഇതിഹാസ ഗായിക. ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാൾ. ഇത്തരമൊരു കുടുംബത്തിൽ ജനിച്ച ശ്രീവിദ്യക്ക് ജീവിതം വളരെ എളുപ്പമായിരിക്കുമെന്നാണ് ആരും കരുതുക. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. ശ്രീവിദ്യ ജനിച്ച അതേ വർഷം തന്നെ അച്ഛൻ കൃഷ്ണമൂർത്തിയെ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് മുഖത്തെ പേശികളെ ബാധിച്ച രോഗം കാരണം അദ്ദേഹത്തിന് അഭിനയ ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു നിമിഷം കൊണ്ട് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു. കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അമ്മ ML വസന്തകുമാരിയുടെ ചുമലിലായി. വീട്ടുചെലവുകൾ നടത്താൻ അവർ രാവും പകലും കച്ചേരികളും സംഗീത പരിപാടികൾക്കുമായി യാത്ര ചെയ്യേണ്ടി വന്നു. പിന്നീട് ശ്രീവിദ്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം, അമ്മയ്ക്ക് എന്നോടൊപ്പം ചിലവഴിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ജോലി തന്നെയായിരുന്നു അവരുടെ ജീവിതം. കലാകാരന്മാരുടെ വീട്ടിൽ ജനിച്ച ഒരു കുഞ്ഞ്. എന്നാൽ ബാല്യം നിറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏകാന്തതയുമായിരുന്നു. സിനിമ എന്ന ലോകത്തേക്ക് ശ്രീവിദ്യ എത്തിയത് പ്രശസ്തി എന്ന സ്വപ്നം കൊണ്ടല്ല, കുടുംബത്തെ താങ്ങേണ്ട ഒരു ആവശ്യകത കൊണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലായിരുന്നു ശ്രീവിദ്യയുടെ സിനിമാ പ്രവേശം. തമിഴ് സിനിമയിലെ മഹാനടൻ ശിവാജി ഗണേശനൊപ്പം തിരുവരുട്ചെൽവർ എന്ന ചിത്രത്തിൽ ബാലതാരമായി അവർ ആദ്യമായി സ്ക്രീനിലെത്തി. അധികം വൈകാതെ തന്നെ അവർ മലയാള സിനിമയിലേക്ക് എത്തി. പിന്നീട് സ്വന്തം വീട് പോലെ മാറിയ സിനിമാ ലോകം അതായിരുന്നു. മലയാളത്തിലെ ആദ്യ സാന്നിധ്യം P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന ചിത്രത്തിൽ ഒരു നൃത്തരംഗത്തിലൂടെയായിരുന്നു. തുടർന്ന് മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ്റെ നായികയെ ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിൽ ആദ്യമായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എന്നാൽ കേരളത്തിലെ പ്രേക്ഷകർ ശ്രീവിദ്യയെ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ചെണ്ട എന്ന ചിത്രത്തിലൂടെയായിരുന്നു. സംവിധായകൻ A. വിൻസെൻ്റ് ഒരുക്കിയ ആ ചിത്രം അഭിനയത്തിൽ അസാധാരണമായ കഴിവുള്ള ഒരു പുതിയ നായികയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. വലിയ താരങ്ങൾക്കൊപ്പവും അനായാസമായി അഭിനയിക്കാൻ കഴിയുന്ന യുവനടിയായി ശ്രീവിദ്യ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം തമിഴ് സിനിമയിലും അവർ ശക്തമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്നു. തമിഴ് സിനിമയിലെ ഇതിഹാസ സംവിധായകനായ K. ബാലചന്ദർ തുടർച്ചയായി തൻ്റെ ചിത്രങ്ങളിൽ ശ്രീവിദ്യയ്ക്ക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ നൽകാൻ തുടങ്ങി. വെള്ളിവിഴ, സൊല്ലത്താൻ നിനയ്ക്കറേൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവരുടെ അഭിനയ പ്രതിഭ കൂടുതൽ പ്രേക്ഷകരിലേക്കെത്തി. എന്നാൽ 1975 പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങളായിരുന്നു ശ്രീവിദ്യയുടെ കരിയറിനെ മാറ്റിമറിച്ച ഉയരത്തിലേക്കെത്തിച്ചത്. ആ ചിത്രം തമിഴ് സിനിമയിലെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറി. ചിത്രത്തിലെ നായകൻ അന്നത്തെ യുവനടനായിരുന്ന കമൽഹാസനായിരുന്നു. എന്നാൽ മറ്റൊരു യുവനടനും ആ ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയ രജനികാന്ത്. അതെ, രജനികാന്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു അപൂർവ രാഗങ്ങൾ. ആദ്യ ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീവിദ്യയായിരുന്നു. അതേസമയം ശ്രീവിദ്യ ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ സിനിമ അവരുടെ കരിയറിന് മാത്രമല്ല, വ്യക്തിജീവിതത്തിനും വലിയൊരു വഴിത്തിരിവായി മാറി. കാരണം ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രണയം വിരിഞ്ഞതെന്ന് നിരവധി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് ശ്രീവിദ്യ കമൽ ബന്ധം വളർന്നത്. സ്ക്രീനിലെ അവരുടെ കെമിസ്ട്രി പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും അവർ പരസ്പരം അടുപ്പത്തിലായിരുന്നുവെന്നാണ് വർഷങ്ങളായി പ്രചരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയില്ല. അതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. ചിലർ പറയുന്നു ശ്രീവിദ്യയുടെ അമ്മ ആ ബന്ധത്തെ അംഗീകരിച്ചില്ലെന്നും. അതേസമയത്ത് കമൽഹാസൻ്റെ ജീവിതത്തിലേക്ക് നർത്തകിയായ വാണി ഗണപതി കടന്നു വന്നുവെന്നും പിന്നീട് അദ്ദേഹം അവരെ വിവാഹം കഴിച്ചുവെന്നുമാണ്. യഥാർത്ഥ കാരണം എന്തായിരുന്നാലും ശ്രീവിദ്യ സ്നേഹിച്ച മനുഷ്യൻ മറ്റൊരാളോടൊപ്പം പുതിയ ജീവിതം ആരംഭിക്കുന്നത് അവർക്ക് കാണേണ്ടി വന്നു. ആ വേർപിരിയൽ അവരെ ആഴത്തിൽ വേദനിപ്പിച്ചു.
അതിനുശേഷം സംവിധായകൻ ഭരതനുമായി ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി KPS ലളിത ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഭരതൻ തൻ്റെ നിരവധി സിനിമകളിൽ ശ്രീവിദ്യയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകി. ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലുള്ള വാർത്തകളും ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു. എന്നാൽ അതും സംഭവിച്ചില്ല. പിന്നീട് ഭരതൻ നടി KPS ലളിതയെ വിവാഹം കഴിച്ചു. ജീവിതത്തിൽ തുടർച്ചയായി 2 പ്രണയങ്ങൾ നഷ്ടപ്പെട്ട ശ്രീവിദ്യ സ്നേഹത്തിൽ വീണ്ടും വിശ്വസിക്കാൻ ശ്രമിച്ചു. ഇവിടെ മറ്റൊരു ശ്രദ്ധേയ കാര്യം കൂടി പറയാം. 2006-ൽ ശ്രീവിദ്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോൾ കമൽഹാസൻ അവരെ കാണാനെത്തിയിരുന്നു. ഇരുവരുടെയും ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമാകാതെ പോയ ആ പ്രണയകഥ പിന്നീട് 2008-ൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം തിരക്കഥയ്ക്ക് പ്രചോദനമായിരുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ കൂടി പ്രണയത്തിനൊരു അവസരം നൽകാൻ ശ്രീവിദ്യ തീരുമാനിച്ചു. മലയാള ചിത്രം തീക്കനൽ നിർമ്മിക്കുന്നതിനിടെ പരിചയപ്പെട്ട ജോർജ് തോമസ് ആ ചിത്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും സഹനിർമ്മാതാവുമായിരുന്നു. കുടുംബത്തിൻ്റെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും 1978 ജനുവരിയിൽ ശ്രീവിദ്യ ജോർജ് തോമസിനെ വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ ഭാഗമായി അവർ മതം മാറി മാമോദിസ സ്വീകരിച്ചുവെന്നും പറയപ്പെടുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് സാധാരണ ജീവിതം നയിക്കാനായിരുന്നു അവരുടെ ശ്രമം. വർഷങ്ങളോളം ക്യാമറയ്ക്ക് മുന്നിൽ ജീവിച്ച അവർക്ക് സമാധാനത്തോടെയുള്ള കുടുംബജീവിതം തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ ആ സ്വപ്നം അധികനാൾ നീണ്ടു നിന്നില്ല. സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജോർജ് തോമസ് ശ്രീവിദ്യയെ വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരികെ കൊണ്ടുവന്നു. കാലക്രമേണ അവരുടെ സ്വത്തുക്കളുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും നിയന്ത്രണം ജോർജ് തോമസിൻ്റെ കയ്യിലായി. വിവാഹബന്ധത്തിൽ വിള്ളലുകൾ രൂക്ഷമായി. ഒടുവിൽ വെറും 2 വർഷത്തിനുള്ളിൽ ആ ബന്ധം തകർന്നു. 1980ഓടെ ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം ശ്രീവിദ്യയ്ക്ക് സാമ്പത്തികമായും മാനസികമായും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഒരിക്കൽ സ്വന്തമാക്കിയതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. വീണ്ടും ആദ്യം മുതൽ ജീവിതം പടുത്തുയർത്തേണ്ട സാഹചര്യം. അവിടെ നിന്ന് അവരെ കൈപിടിച്ചുയർത്തിയത് വീണ്ടും സിനിമയായിരുന്നു. പക്ഷേ ഇത്തവണ കൂടുതൽ കരുത്തോടെയും പക്വതയോടെയുമായിരുന്നു അവരുടെ വരവ്. ജീവിതം എത്ര തവണ തളർത്തിയാലും ഓരോ തവണയും അതിലും ശക്തമായി തിരികെ വരാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തിയായിരുന്നു ശ്രീവിദ്യ. വിവാഹമോചനത്തിന് ശേഷം അവർ അഭിനയത്തിൽ കൂടുതൽ സജീവമായി. 1980കളിലും 90കളിലും മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയതും ഏറ്റവും ആദരിക്കപ്പെടുന്നതുമായ നടിമാരിലൊരാളായി അവർ മാറി. നായികയായും സഹനടിയായും പിന്നീട് അമ്മ വേഷങ്ങളിലൂടെയും ഓരോ കഥാപാത്രത്തിനും സ്വന്തം വ്യക്തിത്വം നൽകാൻ ശ്രീവിദ്യയ്ക്ക് കഴിഞ്ഞു. സത്യൻ, പ്രേം നസീർ, മധു, ജയൻ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, കമൽഹാസൻ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ പല തലമുറയോടൊപ്പവും അവർ അഭിനയിച്ചു. പ്രത്യേകിച്ച് അമ്മയുടെ കഥാപാത്രങ്ങളിൽ അവർ പകർന്ന സ്നേഹവും വാത്സല്യവും ഉള്ളിലൊതുക്കിയ വേദനയും ഇന്നും മലയാള സിനിമാ പ്രേമികൾ ഓർക്കുന്നു. അഭിനയം മാത്രമായിരുന്നില്ല ശ്രീവിദ്യയ്ക്ക് വശമുണ്ടായിരുന്നത്. പരിശീലനം നേടിയ ഒരു ഭരതനാട്യം നർത്തകി കൂടിയായിരുന്നു അവർ. അമ്മയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച സംഗീതവാസനയും അവർ കൈവിട്ടില്ല. അയലത്തെ സുന്ദരി, ഒരു പൈങ്കിളിക്കഥ തുടങ്ങിയ സിനിമകളിലായി അവർ പിന്നണി ഗാനങ്ങളും ആലപിച്ചു. കേരളത്തിലെ പ്രശസ്തമായ സൂര്യ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള വേദികളിൽ കർണാടക സംഗീത കച്ചേരികളും അവതരിപ്പിച്ചു. കാലം മാറിയപ്പോൾ അവർ ടെലിവിഷനെയും സ്വീകരിച്ചു. സ്വപ്നം, വസുന്ധര മെഡിക്കൽസ് തുടങ്ങിയ മലയാള സീരിയലുകളിലും അവർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 1990-ൽ അമ്മ വസന്തകുമാരിയുടെ മരണം ശ്രീവിദ്യയെ ആഴത്തിൽ ബാധിച്ചു. എന്നാൽ ആ വേദനയിലും അവർ അഭിനയ ജീവിതം തുടർന്നു. 4 പതിറ്റാണ്ടോളം നീണ്ട കരിയറിനൊടുവിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 800-ലധികം സിനിമകളിൽ അഭിനയിച്ച അപൂർവ നേട്ടത്തിനുടമയായി ശ്രീവിദ്യ മാറി. ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഒരിക്കലും മറക്കാനാവാത്ത മുഖമാണ് ശ്രീവിദ്യയുടെ. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതു ഭാഷയിലാണെങ്കിലും സ്വന്തമായി ഡബ് ചെയ്യുന്നതായിരുന്നു ശ്രീവിദ്യയുടെ ശൈലി. അധികം അഭിനേത്രികൾക്ക് അങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാനില്ലായിരുന്നു. മലയാളിയല്ലായിരുന്നിട്ട് കൂടി പല ഇൻ്റർവ്യൂകളിലും എത്ര മനോഹരമായാണ് അവർ മലയാളത്തിൽ സംസാരിക്കുന്നത്, മലയാളത്തിൽ സിനിമകളിൽ ഡബ് ചെയ്തിരുന്നത്. അതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ജീവിതം മുഴുവൻ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച ശ്രീവിദ്യയെ അവസാനമായി കാത്തിരുന്നത് മറ്റൊരു വലിയ പോരാട്ടമായിരുന്നു. 2003ഓടെ അവർക്ക് ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തി. ചികിത്സകൾ തുടർന്നെങ്കിലും രോഗം ക്രമേണ ഗുരുതരമായി. ശാരീരികമായി അവർ ക്ഷീണിച്ചെങ്കിലും മനസ്സുകൊണ്ടൊരിക്കലും തളർന്നില്ല. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ദിവസങ്ങളിലും തന്നെ കാണാൻ വരുന്നവരോട് അവർ പുഞ്ചിരിയോടെ സംസാരിച്ചിരുന്നുവെന്നാണ് അടുത്തറിയാവുന്നവർ പിന്നീട് ഓർമ്മിച്ചത്. ആ ദിവസങ്ങളിലൊന്നിലാണ് അക്കാലത്ത് അവർ ആത്മാർത്ഥമായി സ്നേഹിച്ച കമൽഹാസൻ ആശുപത്രിയിൽ അവരെ കാണാൻ വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ഒരു ബന്ധം, പക്ഷേ പരസ്പര ബഹുമാനവും കരുതലും ഒരിക്കലും അവസാനിച്ചിരുന്നില്ലെന്ന് ആ സന്ദർശനം പലരും വിലയിരുത്തി. 2006 ഒക്ടോബർ 19 തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ
വെറും 53-ാം വയസ്സിൽ ശ്രീവിദ്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ വിയോഗ വാർത്ത ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. ഒരു മഹാനടിയുടെ ജീവിതത്തിന് അന്ന് തിരശീല വീണു. ശ്രീവിദ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. പ്രശസ്തിയും വിജയവും സമ്പത്തും ആരാധകരും ഇവയൊന്നും ഒരാളുടെ വ്യക്തിജീവിതത്തിൽ സന്തോഷം ഉറപ്പാക്കുന്നില്ല. 5 ഭാഷകളിലായി 800-ലധികം സിനിമകൾ, അനേകം അവാർഡുകൾ, ലക്ഷക്കണക്കിന് ആരാധകർ എല്ലാം ഉണ്ടായിട്ടും ശ്രീവിദ്യയുടെ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായി നിറവേറാതെ പോയത് സ്നേഹവും കുടുംബജീവിതവുമായിരുന്നു. എന്നാൽ തൻ്റെ വ്യക്തിപരമായ എല്ലാ വേദനയും അവർ ക്യാമറയ്ക്ക് മുന്നിൽ ഒരിക്കലും പ്രകടിപ്പിച്ചില്ല. ഓരോ കഥാപാത്രമായും അവർ ജീവിച്ചു. അതുകൊണ്ടാണ് ഇന്നും മലയാള സിനിമയിൽ ശ്രീവിദ്യയുടെ പേര് ആദരവോടെ ഓർമ്മിക്കപ്പെടുന്നത്. തമിഴ് സിനിമയിലെ ശക്തമായ നായികയായും മലയാള സിനിമയുടെ സ്വന്തം അഭിനേത്രിയായും ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പാരമ്പര്യം ഹൃദയത്തിൽ സൂക്ഷിച്ച കലാകാരിയായും ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും സൗന്ദര്യമുള്ള നായികമാരെ പറ്റി പറയുമ്പോൾ അതിൽ മുൻനിരയിലുണ്ടാവുന്ന പേര് തന്നെയാണ് ശ്രീവിദ്യയുടേതും. ശ്രീവിദ്യ ഇന്നും ജീവിക്കുന്നു. അവരുടെ സിനിമകളിലൂടെ, അവരുടെ കഥാപാത്രങ്ങളിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ ഒരിക്കലും മറക്കില്ല. അവരെ ഓർക്കുന്ന പ്രേക്ഷകർ ഉള്ളിടത്തോളം ശ്രീവിദ്യയും അതുപോലെയാണ് ഇന്നും നമ്മുടെ മനസ്സുകളിൽ